സ്ഥിതപ്രജ്ഞ ലക്ഷണമായിരുന്നു കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ എടുത്തു വന്നിരുന്നത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത വ്രചേത കിം. ഇതായിരുന്നു അർജുനന്റെ സന്ദേഹം, ചോദ്യം. സ്ഥിതപ്രജ്ഞന്റെ ഭാഷ എന്താണ്? ഭാഷ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് മറ്റുള്ളവരുമായി വ്യവഹരിക്കുന്നത് എന്നറിയാനുള്ള കുതൂഹലമാണ് അർജുനന്. മാത്രമല്ല, അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്, കിം പ്രഭാഷേത കിം ആസീത എങ്ങനെയാണ് ഇരിക്കുന്നത്, കിം വ്രജേത എങ്ങനെയാണ് നടക്കുന്നത്, ഇതിന് ഉത്തരമായിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത് സ്ഥിതപ്രജ്ഞന് എന്ന് പറഞ്ഞാൽ ആരാണ്, സ്ഥിതപ്രജ്ഞൻ എന്ന വാക്കുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്നാണ്. ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമായിക്കൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. മനോഗതങ്ങളായിട്ടുള്ള എല്ലാ കാമനകളും എപ്പോഴാണോ ഒരുവൻ ഉപേക്ഷിക്കുന്നത്, പ്രജഹാതി. മാത്രമല്ല, ആത്മനി ഏവ ആത്മനാ തുഷ്ട, തന്നിൽ തന്നെ തന്നെത്താൻ തുഷ്ടനായി സന്തുഷ്ടനായിട്ട് സ്ഥിതി ചെയ്യുന്നത്, ആ വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ, ഉത്തരമായുള്ള ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. എപ്പോഴൊക്കെയാണോ മനസ്സിലെ കാമനകൾ വന്ന് നിറയുന്നത്, അപ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വരികയും ബാഹ്യവിഷയങ്ങളുമായി സംഘപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത. കാമമാണ് മനുഷ്യനെ പുറത്തേക്ക് പിടിച്ചു വലിക്കുന്നത്. എന്നാൽ ഒരുവൻ സ്ഥിതപ്രജ്ഞനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ അന്തർമുഖമാക്കുകയും ആ മനസ്സ് ആത്മാവിൽ ഉറച്ചിരിക്കുകയും ചെയ്യുന്നു, ആത്മാവിൽ പ്രതിഷ്ഠിതമായിട്ട് തീരുന്നു. ആത്മാവിൽ പ്രതിഷ്ഠിതമാകുമ്പോൾ ആത്മാവ് സുഖവസ്തുവാണെന്ന് മനസ്സിലാക്കണം. പരമമായ ആനന്ദമാണ് ആത്മാ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമാണ് ആത്മാവിൽ ഒരാൾക്ക് തുഷ്ടി, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ, സംതൃപ്തി ഉണ്ടാകുന്നുള്ളൂ. സമ്പൂർണ്ണ സംതൃപ്തി കിട്ടുന്ന ഒരിടം മാത്രമാണ് നമ്മിലുള്ളൂ, അത് ആത്മവസ്തുവിലാണ്. ആത്മവസ്തു ആനന്ദം തന്നെയാണ്. എല്ലാവരും ആനന്ദം മാത്രമാണ് അന്വേഷിക്കുന്നത്, വേറെ ഒന്നും അന്വേഷിക്കുന്നില്ല. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന എന്ന് ഗുരു ദർശനമാലയില് പാടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് നമുക്ക് ആത്മാവിൽ സന്തോഷം ഉണ്ടാകുന്നത്, ആ വശം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. നമുക്ക് മനസ്സിലുള്ള കാമങ്ങൾ ഒഴിഞ്ഞാലും മനസ്സ് ആത്മാവിൽ രമിച്ചില്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയില്ല. എപ്പോഴാണോ ഒരു വസ്തുവിൽ സ്ഥിരമായ സുഖം നമ്മൾ കണ്ടെത്തുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് സ്ഥിതപ്രജ്ഞത്വം കൈവരുന്നുള്ളൂ. അതിനുശേഷം ദുഃഖേഷു അനുദിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീർ മുനിരുച്യതേ. ദുഃഖേഷു, ദുഃഖങ്ങളില് അനുദ്വിഗ്നമനാഹ, അനുദ്വേഗകരമായിരിക്കുന്നവനും. ഉദ്വേഗം എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധമായിരിക്കാം. ദുഃഖകാര്യങ്ങളില് മനസ്സ് ഉദ്വേഗത്തോടെ എക്സൈറ്റഡ് ഇരിക്കുക. അതുപോലെ തന്നെ സുഖേഷു, സുഖങ്ങളില് വിഗതസ്പൃഹ, ആശയ ഒഴിഞ്ഞവനും. വീതരാഗ ഭയക്രോധ, ഭയം, രാഗം, ക്രോധം ഇവ വിട്ടുനിൽക്കുന്നവനുമായ മുനിഹി
ആത്മവിചാരശീലനായിട്ടുള്ള മുനി, അദ്ദേഹത്തെയാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ദുഃഖത്തില് അനുദ്വിഗ്നമാകണം, ഉദ്വേഗമില്ലാതിരിക്കണം. കാരണം ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഉദ്വിഗ്ന മാനസനായിട്ട് തീരും. എല്ലാവരും മനസ്സ് ചഞ്ചലമാകുന്നതും മനസ്സ് പ്രക്ഷുബ്ധമാകുന്നതും വികാര തരളിതമാകുന്നതൊക്കെ ഏത് സന്ദർഭത്തിലാണ്? ദുഃഖമുണ്ടാകുമ്പോഴാണ്. കലങ്ങിമറിഞ്ഞ മനസ്സായിരിക്കും ദുഃഖമുണ്ടാകുമ്പോൾ. അതുപോലെ സുഖവിഷയങ്ങളിൽ രാഗം സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് സുഖവിഷയത്തിൽ വീതരാഗമായിരിക്കും, രാഗത്തിന് വശപ്പെടാത്തതായിരിക്കും, അനാസക്തമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. ഒരേ സമയം ഭയത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും രാഗത്തിൽ നിന്നും നമ്മളെ വിമുക്തമാക്കി എടുത്താൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന്. അങ്ങനെ 57ാമത്തെ ശ്ലോകത്തിലെത്തുമ്പോ യസ് സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം ന അഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. യഹ സർവത്ര, ഒരുവൻ എല്ലാ വിഷയങ്ങളിലും, അനഭിസ്നേഹ, ഇവിടെ സ്നേഹം എന്നതിനെ ആസക്തി എന്ന് മനസ്സിലാക്കണം. അനഭിസ്നേഹ എന്ന് പറഞ്ഞാൽ അനാസക്തനായിട്ട്, തത്തത് ശുഭാശുഭം, അതത് നന്മയെയും തിന്മയെയും, പ്രാപ്യ പ്രാപിച്ചിട്ട്, ന അഭിനന്ദതി ന ദ്വേഷ്ടി, നന്ദിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക. ഒരേ സമയം ഒരുപാട് സുഖകരമായ സിറ്റുവേഷനിൽ നമ്മൾ ആനന്ദിക്കുകയും ന ദ്വേഷ്ടി, ദേഷിക്കുകയും ചെയ്യുന്നില്ലയോ? ഒരേ സമയം നമുക്ക് നന്മയെയും തിന്മയെയും എല്ലായിടത്തും പ്രാപിച്ചിട്ട് ഓരോ സന്ദർഭത്തിലും നമ്മൾ ജീവിതത്തിന്റെ നന്മയും തിന്മയും ചേർന്നിട്ടുള്ളതാണ്. ജീവിതമാകുന്ന പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദ്വന്ദ്വാധിഷ്ഠിതമായിട്ടുള്ള ബാഹ്യ സാഹചര്യങ്ങളും മാനങ്ങളുമാണ് നമുക്കുള്ളത്. ഒരു ശുഭകരമായിട്ടുള്ള സാഹചര്യത്തില് നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ തോന്നും. അശുഭകരമായിട്ടുള്ള സാഹചര്യത്തില് ദ്വേഷിക്കാൻ തോന്നും, അതിനെ വിരോധിക്കുവാനായിട്ട് തോന്നും. ഇത് രണ്ടും ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ സ്ഥിതി ചെയ്യാൻ കഴിയുന്നുവോ? തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞയാണ്, അവന്റെ ബോധമാണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത്, ഉറച്ചതായിട്ടുള്ളത്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തിയാണ്. ആത്മാവല്ലാത്ത ഒരു വിഷയത്തെയും ഒരു വിധേനയും സ്നേഹിക്കുകയോ താനെ വന്നു ചേരുന്ന നന്മ തിന്മകളിൽ സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ചെയ്യാത്തവനെയാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ എടുത്തു നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഓർമ്മ നമ്മളിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഉടനെ അത് എടുത്ത് ഓർമ്മപ്പെടുത്തിയത്. 58ാമത്തെ ശ്ലോകം. യദാ സംഹരതേ ഛായം കൂർമോംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യദാ സംഹരതേ ഛായം ച അയം കൂർമോ അംഗാനി ഇവ സർവശഃ, കൂർമഃ അംഗാനി ഇവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അതാണ് ഈ ശ്ലോകത്തിന്റെ പദച്ഛേദം. എങ്ങനെ പദം ഛേദിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു ശ്ലോകം ചൊല്ലുന്ന നേരത്ത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മുറിക്കേണ്ട അടുത്ത് മുറിക്കാൻ നമുക്കറിയണം. അതിനുവേണ്ടിയാണ് ഈ പദച്ഛേദം ചെയ്ത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്ലോകം പഠിക്കുന്ന സമയത്തും ആ പദച്ഛേദം ഓർമ്മ വേണം. അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അർത്ഥബോധം ഉണ്ടാകുള്ളൂ. അർത്ഥബോധം വരണമെങ്കിൽ പദം ഛേദിക്കാനായിട്ട് നമുക്ക് കഴിയണം. അർത്ഥം നോക്കാം ഇനി. യഥാ അയം
എപ്പോഴാണോ ഈ സ്ഥിതപ്രജ്ഞൻ, ഈ ജ്ഞാനിയായിട്ടുള്ള സ്ഥിതപ്രജ്ഞൻ ഇന്ദ്രിയാർത്ഥേഭ്യ, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയങ്ങളെ കൂർമ്മ സർവശഃ അംഗാനീവ, ഒരു ആമ എല്ലായിടത്തു നിന്നും അംഗാനി, കൈയും കാലും തലയും വാലും, അതാണ് അംഗങ്ങളായിട്ട് വരുന്ന രാമയുടെ അംഗങ്ങളെ എന്ന പോലെ സംഹരതേ, ഉള്ളിലേക്ക് വലിക്കുന്നു, സംഹരതേ തഥാ, അപ്പോൾ തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത, അതുപോലെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി തന്റെ ഇന്ദ്രിയങ്ങളെ ബാഹ്യവിഷയങ്ങളിൽ ആസക്തമാകാതെ അപകടകരമായ സാഹചര്യത്തിൽ, ആപത് സൂചന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു ആമ തന്റെ തലയും വാലും കൈയും കാലും തോടിനുള്ളിലേക്ക് വലിച്ച് സുരക്ഷിതമായിരിക്കുന്ന പോലെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആ ജ്ഞാനിയും തന്റെ ഇന്ദ്രിയങ്ങളെ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ബാഹ്യവിഷയങ്ങളിലുള്ള അതിൻ്റെ അഭിരമനത്തെ ഉള്ളിലേക്ക് വലിക്കുന്നു. അങ്ങനെ ഉള്ളിലേക്ക് വലിച്ച്, ഉള്ളിലേക്ക് തിരിച്ച് അന്തർമുഖമായിട്ട് സ്വസ്ഥമായിരിക്കുന്നു. എങ്ങനെ സ്വസ്ഥമാകാൻ കഴിയും? ആത്മനി ഏവ ആത്മനാ തുഷ്ട, ആത്മാവില് സന്തുഷ്ടമായിട്ടിരിക്കുന്നു. നമ്മൾ വെളിയിലേക്ക് നമ്മളെ ഇന്ദ്രിയങ്ങളെ പറഞ്ഞയക്കാതെ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കുന്നു. ഒരർത്ഥത്തിൽ അതാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ ആത്മാവിൽ ആനന്ദം കണ്ടെത്തി അകമേ സന്തോഷിക്കുക. എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് എന്താണുള്ളത്? ആത്മാവിന് സുഖം സ്വാഭാവികമാണ്. ആത്മാവ് തന്നെ സുഖവസ്തുവാണ്. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒരു സുഖം ഇല്ല. പുറത്ത് നമ്മൾ അനുഭവപ്പെടുന്നത് പോലെ കാണപ്പെടുന്ന സുഖം എല്ലാം ആത്മസുഖം തന്നെയാണ്. ആത്മസുഖത്തിന്റെ റിഫ്ലക്ഷനുകളാണ്, പ്രതിഫലനങ്ങളാണ് ഒരർത്ഥത്തിൽ വിഷയസുഖമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് അപഗ്രഥിച്ച് നോക്കിയാലേ അറിയുള്ളൂ. വസ്തുക്കളില്ലാതെയും നമുക്ക് സുഖം അനുഭവിക്കാൻ കഴിയും എന്നുള്ള അനുഭൂതി ദശകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. ആ അനുഭൂതി ദശകളെ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നല്ല സുഷുപ്തിയില്, രാത്രിയില് നമ്മൾ ഡീപ്പ് സ്ലീപ്പില് ഉറങ്ങുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ സുഖം അനുഭവിക്കണമെങ്കിൽ വിഷയ വ്യതിരിക്തമായ ഒരു അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. സുഷുപ്തിയിൽ ഒരു വിഷയവും മനസ്സിലില്ല, എന്നിരിക്കലും നമുക്ക് സുഖം അനുഭവപ്പെടുന്നു. അതിന്റെ അർത്ഥം വിഷയത്തിൽ നിന്ന് അല്ല സുഖം ലഭിക്കുന്നത്. സുഖം നമ്മളുടെ സ്വാഭാവിക അവസ്ഥയാണ്. ഉറക്കത്തിൽ നമുക്ക് ആ സ്വാഭാവിക അവസ്ഥ അനുഭവിക്കാൻ കഴിയുന്നു. എപ്പോഴാണോ മനസ്സ് വൃത്തിരഹിതമായിരിക്കുന്നത്, വിഷയരഹിതമായിരിക്കുന്നത്, അപ്പോഴൊക്കെ മനസ്സ് സ്വാഭാവികമായ സുഖത്തിലേക്ക് പോകുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് മനസ്സിൽ വിഷയങ്ങളും വൃത്തികളും വരുന്നത്, അപ്പോഴൊക്കെ മനസ്സ് സുഖദുഃഖ സമ്മിശ്രമായിട്ട് തീരുന്നുണ്ട്. കാരണം എന്താണ്? മനസ്സ് എപ്പോഴും വസ്തുക്കളെ അനുകൂലമായും പ്രതികൂലമായിട്ടും തിരിച്ചുകൊണ്ട് എന്നെ രമിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളെന്നും എനിക്ക് ദ്വേഷകരമായിട്ടുള്ള വസ്തുക്കളെന്നും തരംതിരിച്ചുകൊണ്ടാണ് നമ്മൾ വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിന്റെ ഒരു പ്രക്രിയയാണ്. ഈ മനസ്സിനെ വിവേകപൂർവം വിഷയവസ്തുക്കളിൽ നിന്നും വേർപ്പെടുത്തിയെടുത്ത് ആത്മാവില് പ്രതിഷ്ഠിക്കുന്ന ധർമ്മമാണ് ഒരു സാധകൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ജീവിതത്തിൽ. നമ്മളൊക്കെ ആത്മസാധകരായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെയാണ്. ഇന്ദ്രിയങ്ങൾ അതിശക്തങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്നത്? ഇന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായി ബാഹ്യ വിഷയങ്ങളോട് പ്രത്യേക ആസക്തിയൊന്നുമില്ല. കാരണം ഇന്ദ്രിയങ്ങൾ വെറും ഉപകരണങ്ങളാണ്, ടൂളുകളാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും
ടൂളുകളാണ്. ആ ടൂളുകളെല്ലാം ജഡങ്ങളാണ്. ആ ജഡമായ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും വിഷയാസക്തി ഉണ്ടാകില്ല. എന്നാൽ മനസ്സ് അങ്ങനെയല്ല. മനസ്സിൽ പൂർവവാസനകളിരിക്കുന്നു, സംസ്കാരമിരിക്കുന്നു. മനസ്സിൽ അതുകൊണ്ട് തന്നെ മുമ്പ് അനുഭവിച്ച വിഷയങ്ങളിൽ സുഖമുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള ത്വരയായിട്ട് മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോകുന്നുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പുറത്തേക്ക് ചുറ്റിക്കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ സുഖവിഷയങ്ങൾ വീണ്ടും എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ മാനേജ് ചെയ്യുന്നതാണ് ഒരു സാധകന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്, സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരാൾ സ്പിരിച്വാലിറ്റിയിലേക്ക്, ആധ്യാത്മികമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എവിടെ തുടങ്ങണമെന്ന് ചോദിക്കും. ശരിക്കും തുടങ്ങേണ്ടത് നമ്മളുടെ കണ്ണിനെ കാണേണ്ടത് കാണിക്കുകയും കാതിനെ കേൾക്കേണ്ടത് കേൾപ്പിക്കുകയും മൂക്കിനെ മണക്കേണ്ടത് മണപ്പിക്കുകയും നാക്കിനെ രുചിപ്പിക്കുകയും ത്വക്കിനെ സ്പർശിക്കേണ്ടത് സ്പർശിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് കൃത്യമായി വിവേകപൂർവം ഇതിനെ തെരഞ്ഞെടുക്കാൻ കഴിയണം. ഇന്ദ്രിയങ്ങളെ മാനേജ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ശരിക്കും യോഗയുടെ പ്രാഥമിക പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. യമവും നിയമവും അതിന്റെ ഭാഗമാണ്. അപ്പൊ യമനിയമങ്ങൾ, ശമതമാദികൾ, ഇതൊക്കെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും നൽകുന്ന ശിക്ഷണങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് അച്ചടക്കപൂർവമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് മെരുങ്ങിത്തരികയുള്ളൂ. അതുകൊണ്ട് ഒരു ആമ എങ്ങനെ അംഗങ്ങളെ, അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിച്ച് ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതമായിട്ടിരിക്കുന്നത്, ഇവിടെ നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല, വിഷയങ്ങൾ നമ്മളെ ബന്ധിപ്പിക്കുന്നുണ്ട്. വിഷയങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞാണ് മനസ്സ് കിടക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ അതിൽ നിന്ന് പിൻവലിക്കുന്ന പ്രക്രിയ, ഇതിന് ഉപരതി എന്നാണ് പറയുക. ഉപരമനം ചെയ്യുക. ഉപരതി എന്ന വാക്കിന്റെ അർത്ഥം, ഇപ്പോൾ നമ്മൾ പുറത്തൊരു വിഷയം, അത് നമുക്ക് ഇഷ്ടമുള്ള വിഷയമാണെന്ന് വിചാരിക്കുക, അതിൽ നമ്മൾ ആനന്ദിച്ചുകൊണ്ടിരിക്കണം. ഒരു ഷുഗർ പേഷ്യന്റിന്റെ കാര്യം എടുക്കാന്ന് വിചാരിച്ചു. അദ്ദേഹം ഷുഗർ പേഷ്യന്റ് ആണ്, പ്രമേഹ രോഗിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നല്ല മധുരമുള്ള ഒരു മിഠായി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ആ മിഠായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന്. എങ്കിലും അദ്ദേഹത്തിന്റെ കൈ ഇടയ്ക്കിടയ്ക്ക് ആ മിഠായിയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് ആ മിഠായി തിന്നാനുള്ള ആഗ്രഹം ഉണ്ടാകും. കാരണം എത്ര ദിവസങ്ങളായി ഒരു മധുരം കഴിച്ചിട്ട്. മധുരമുള്ളൊരു വസ്തുവിനോട് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടെംപ്റ്റേഷൻ അതിലേക്ക് വരും. അതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. കാരണം മധുരം നമ്മൾ ധാരാളം കഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ മധുരം വളരെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ വിവേകം പറയുന്നു, മധുരം നിനക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. ഇപ്പോൾ തന്നെ ഷുഗർ വളരെ ഉയർന്നിട്ടാണ് ഇരിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം വിവേകം നമ്മളിൽ വർക്ക് ചെയ്യുമ്പോൾ ആ മിഠായിയെ മാറ്റിവെക്കാനായിട്ട് കഴിയുന്നു. ആ മിഠായിൽ നിന്ന് നമ്മുടെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നമുക്ക് സംഹരിക്കാനായിട്ട് കഴിയുന്നു, അകത്തേക്ക് വലിക്കാനായിട്ട് കഴിയുന്നു. ഇത്തരത്തിൽ കണ്ണും കാതും മൂക്കും നാക്കും ഒക്കെ അകത്തേക്ക് വലിക്കുക. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തെടുക്കുക ഇന്ദ്രിയങ്ങളെ. ഇതാണ് ഒരു സാധനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു ആമയുടെ ഉദാഹരണം ഭഗവാൻ പറയുമ്പോൾ അത് വ്യാസ മഹർഷി ഇവിടെ അതേപോലെ തന്നെയാണ് പകർത്തി വെച്ചിട്ടുള്ളത്. നമുക്കെല്ലാം സുപരീതമായ ഒരു ജീവിയാണ് ആമ. ആമയെ നമ്മൾ പലർക്കും ഇന്ന് പട്ടണങ്ങളിൽ ജീവിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് ഗ്രാമപ്രദേശത്തായതുകൊണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോൾ കുളത്തിൽ നിന്ന് ഈ ആമ കയറി വരും. ആമ കയറി വരുമ്പോൾ ആമയെ നമ്മൾ കാണാനും പിടിക്കാനും ഒക്കെ ആയിട്ട് അടുത്ത് ചെല്ലുമ്പോൾ ഈ ആമ അതിന്റെ കൈയും കാലും വാലും തലയും ഒക്കെ അകത്തേക്ക് വലിച്ചു കളയും. പിന്നെ കുറെ നേരം ഞങ്ങൾ ഒളിച്ചിരിക്കും, ഇത് തല പുറത്തേക്ക് വരുത്തുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പെട്ടെന്നിനൊന്നും അത് പുറത്തേക്ക് തല കൊണ്ടുവരില്ല. അപകടം മണത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിശ്ചലമായിട്ട് കിടക്കും. ചില പട്ടികളും അതുപോലെയുള്ള ജീവികളൊക്കെ ഇതിനെ വന്ന് കടിച്ചു പൊട്ടിക്കാനൊക്കെ നോക്കും. പക്ഷെ ആമയെ
ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും ശക്തമായിട്ടുള്ള ഒരു തോടാണ് അതിനുള്ളത്. അതൊരർത്ഥത്തിൽ നല്ല ഒരു ഡിഫൻസീവ് മെക്കാനിസമാണത്. ആമയുടെ മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു പടക്കോപ്പാണ് ശരിക്കത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഉദാഹരണം നമ്മുടെ മനസ്സിലിരിക്കണം. യഥാ സംഹരത്തെ ചായം കൂർമോങ്കാനീവ സർവശഃ. എല്ലാ വശത്തു നിന്നും, സർവശഃ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ വശത്തു നിന്നും, ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കുന്നുവോ അപ്പോഴാണ് അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്ന് ഈ ശ്ലോകം നമ്മോട് പറയുന്നു. അടുത്ത ശ്ലോകം 59. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഈ ശ്ലോകത്തിന്റെ പദച്ഛേദം വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസഃ അപി അസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ശരിക്കും മനുഷ്യ മനസ്സ് നല്ലവണ്ണം പഠിച്ചിട്ടുള്ളവരാണ് ഋഷിമാർ. ഭാരതത്തിനൊരു മനഃശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃശാസ്ത്രം എന്ന ഒരു വിഷയം ഭാരതത്തില് അങ്ങനെ ഒരു വിഷയമാക്കിയിട്ടില്ല. ബോധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സ്വാഭാവികമാണ്. ബോധമാണ് ഭാരതീയ മനീഷികളുടെ പഠന വിഷയം. ബോധശാസ്ത്രമാണ് ഭാരതത്തിലുള്ളൂ, മനഃശാസ്ത്രമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാശ്ചാത്യർക്ക് മനഃശാസ്ത്രമാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല, മനസ്സിനെ തൊട്ടു നോക്കാൻ പറ്റില്ല, തൂക്കി നോക്കാൻ പറ്റില്ല, മണത്തു നോക്കാൻ പറ്റില്ല, മനസ്സിനെ കേൾക്കാൻ പറ്റില്ല. അപ്പോ ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നാണ് മനസ്സ്. എന്നിരുന്നാലും മനസ്സിനെ നമ്മൾ നിരന്തരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ വികല്പാത്മികയാണ്. ഒരേ സമയം സങ്കല്പങ്ങളും വികല്പങ്ങളും മനസ്സിലുണ്ടാകുന്നു. നാരായണ ഗുരുവിന്റെ അസത്യദർശനത്തില് പറയുന്നത് മനോമയമിതം സർവം ന മനഃക്വാപി വിദ്യതേ. മനോമയമിതം സർവം ന മനഃക്വാപി വിദ്യതേ അതോ വ്യോംനീവ നീലാദി ദൃശ്യതേ ജഗദാത്മനി. ഈ മനസ്സ് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാം. മനോമയമിതം സർവം, ഈ കാണുന്നതെല്ലാം. ന മനഃക്വാപി, എന്നാൽ മനസ്സിനെ എവിടെയും കാണാനില്ല. മനസ്സിനെ എങ്ങനെ കാണാൻ പറ്റും? മനസ്സ് ഇന്ദ്രിയഗോചരമല്ല. ഇന്ദ്രിയഗോചരമല്ലാത്ത ഈ മനസ്സാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മന ഏവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് അമൃത ബിന്ദു ഉപനിഷത്തിൽ പറയുന്നുണ്ട്. മനസ്സാണ് മനുഷ്യന്റെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം. അപ്പൊ അതുകൊണ്ട് മനസ്സ് ഇല്ല എന്ന് പറയുമ്പോഴും കാണുന്നില്ല എന്ന് പറയുമ്പോഴും മനസ്സിന്റെ ശക്തമായ സ്വാധീനത്തിലാണ് മനുഷ്യൻ എന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനസ്സുള്ളവനാണ് മനുഷ്യൻ. മനസ്സിന്റെ ധർമ്മം എന്താണ്? മനനമാണ് മനസ്സിന്റെ ധർമ്മം. പക്ഷേ മനനം എന്ന ധർമ്മം മനുഷ്യൻ നിർവഹിക്കുന്നില്ല. പകരം നിരവധി വികല്പങ്ങൾ മനുഷ്യ മനസ്സിൽ ഉണ്ടാകുന്നു, ഭ്രമചിന്തകൾ ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഏകീകൃതമായ, ഒരു ഏകോപിതമായിട്ടുള്ള മനസ്സ് അവന് രൂപപ്പെടുത്താൻ കഴിയുന്നില്ല. ഏകാഗ്രമായൊരു മനസ്സാണ് മനുഷ്യന് ആവശ്യം. അതാണ് മനനത്തിന്റെ ഫലമായിട്ടുണ്ടായി വരുന്നത്. ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. നിരാഹാരസ്യ, നിരാഹാരം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കാതെ, അതിനാണ് നിരാഹാരം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് തീറ്റ കൊടുക്കാതെ എന്നാണ് അതിന്റെ അർത്ഥം. ആഹാരം കൊടുക്കാതെ.
കണ്ണിന്റെ ആഹാരം എന്താണ്? കാഴ്ചയാണ്, രൂപമാണ്. കാതിന്റെ ആഹാരം ശബ്ദമാണ്. മൂക്കിന്റെ ആഹാരം ഗന്ധമാണ്. നാക്കിന്റെ ആഹാരം രുചിയാണ്. ത്വക്കിന്റെ ആഹാരം സ്പർശമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഇത് ഞാൻ കൊടുക്കില്ല, രൂപത്തെ കണ്ണുകൊണ്ട് കാണിക്കില്ല, ഇങ്ങനെ നിരോധിക്കാണ്. നിരാഹാരസ്യ എന്ന് പറയാ, ഇന്ദ്രിയങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ ദേഹിനഹ, ദേഹിയായിട്ടുള്ള ഞാൻ, വിഷയാഹ, വിഷയങ്ങളെയെല്ലാം, രസവർജം, വിഷയങ്ങളെല്ലാം അവയിലുള്ള രസമൊഴിച്ചിട്ട്, രസം മാറ്റി നിർത്തിയിട്ട്, അതിലുള്ള രസം എന്ന വാക്കിന് അതിലുള്ള ആസക്തി എന്ന് പറയാം. വിനിവർത്തന്തേ, രസമൊഴിച്ച് ഒഴികെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ എനിക്ക് മാറി നിൽക്കാൻ കഴിയും. നമുക്ക് പലതും വർജിക്കാൻ കഴിയും. ഈ ജീവിതത്തില് നമുക്ക് പലതും ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള, ഇന്ദ്രിയത്തിന് പ്രത്യക്ഷമായിട്ടുള്ള പലതിനെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. പക്ഷേ അതിലെ രസത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ആ രസം മനസ്സിൽ അന്തർലീനമായി കിടക്കാണ്. മനസ്സിന് നിറം പിടിപ്പിച്ചിരിക്കുന്നത് എന്തോ അത് മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന ഈ രസമാണ്. ഈ രസത്തിന്റെ അധിഷ്ഠാനം എന്തെന്ന് ചോദിച്ചാൽ വാസനകളാണ്. ആ വാസനകളെ മനഃശാസ്ത്രകാരന്മാർ പറയുന്നത് അബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നുമാണ്. ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും കിടക്കുന്ന നമ്മുടെ പൂർവാനുഭവങ്ങളുടെ സ്മൃതികൾ വാസനാരൂപത്തിലും സംസ്കാര രൂപത്തിലൊക്കെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നുണ്ട്. അതിലാണ് ഈ രസം ഇരിക്കുന്നത്. ഒരു വിഷയത്തിൽ രസം ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തെ നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോ പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഷുഗർ എന്ന് പറയുന്നത് ഒഴിച്ച് മാറ്റി നിർത്താം. എന്നാൽ മനസ്സിന് ആ പഞ്ചാര തിന്നാനുള്ള കൊതി അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എന്താ? അത് നമ്മുടെ മനസ്സിന്റെ ഭാഗമാണ്. അപ്പോ ഇന്ദ്രിയങ്ങളെ പട്ടിണിക്കിടാൻ നമുക്ക് കഴിഞ്ഞാലും ആ ഇന്ദ്രിയങ്ങൾക്ക് പിന്നിലിരിക്കുന്ന, മനസ്സിലിരിക്കുന്ന രസത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പലരുടെയും പ്രശ്നങ്ങളിൽ ഒന്നാണ് അസ്യ രസഹ അഭി, ഇവന്റെ ഈ രസത്തിലുള്ള ആസക്തിയാകട്ടെ അതെപ്പോഴാണ് പോക? പിന്നെ പരം ദൃഷ്ട്വാ നിവർത്തതെ, പരമാത്മസ്വരൂപത്തെ കണ്ടാൽ മാത്രമാണ്, പരമാത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ചാൽ മാത്രമാണ് നമുക്ക് വിഷയങ്ങളിലുള്ള രസത്തെയും പാടെ കളയാൻ പറ്റുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജീവിതത്തില് നമുക്ക് എപ്പോഴും ഒരു രസം അനുഭവിക്കണം. രസമില്ലാത്ത മനുഷ്യൻ നീരസനും വിരസനുമായിട്ട് തീരും. മനുഷ്യന് വിരസത എന്ന് പറയുന്നത് മരണം തന്നെയാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് വിരസതയാണ്, ബോർഡം എന്ന് പറയും. ഒരാൾ വീട്ടിൽ തനിച്ചിരിക്കുന്നു, ആരോടും സംസാരിക്കാനില്ല. അങ്ങനെ വരുമ്പോ അയാൾക്ക് സംഭാഷണത്തിൽ നിന്ന് ഒരാളെ പട്ടിണിക്കിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് ആ സംഭാഷണം ചെയ്യാനുള്ള ആ രസം, ആ കുതൂഹലം, ആസക്തി മനസ്സിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ആഴ്ചകളായി, മാസങ്ങളായി ആരോടും സംസാരിക്കാനില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരാൾ പോയി നോക്കൂ. അയാളെ പിടിച്ചിരുത്തി അയാളെ വധിക്കും. എങ്ങനെ വധിക്കും? വർത്തമാനം പറഞ്ഞ് കൊല്ലും. അങ്ങനെയാണ് ഈ ആസക്തി അകത്തിരിക്കുന്നത്. കൊണ്ട് നമുക്ക് വിഷയങ്ങളെ, സംഭാഷണത്തെ നമുക്ക് വർജിക്കാം. പക്ഷേ സംഭാഷണത്തിലുള്ള രസത്തെ നമുക്ക് വർജിക്കാൻ കഴിയില്ല. അത് വർജിക്കാൻ കഴിയുന്നത് എപ്പോ മാത്രമാണ്? പരമമായതിനെ ദർശിച്ചതിന് ശേഷം മാത്രം, പരമമായതിനെ സാക്ഷാത്കരിച്ചാൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് പരമമായതിനെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ നമുക്ക് വിഷയത്തിലെ രസത്തെ ഇല്ലാതാക്കാൻ പറ്റൂ എന്ന് പറയുന്നതിന് കാരണം മനുഷ്യന്റെ അഭിരമനം ഏതെങ്കിലും ഒന്നിൽ എപ്പോഴും ഇരിക്കും എന്നുള്ളതാണ് അതിന്റെ കാരണം. ഒന്നുകിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ
അല്ലെങ്കിൽ ആത്മവിഷയത്തിൽ. ആത്മവിഷയത്തിൽ രസം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ പ്രശ്നമല്ല. ഇനി ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നമ്മളെ മനസ്സിനെ ഒഴിവാക്കി അതിൽ നിന്നും പിന്തിരിപ്പിച്ച് നമ്മൾ ജീവിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ പരമമായതിനെ നമ്മൾ ദർശിച്ചിട്ടുമില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? അതിനെയാണ് ഒരർത്ഥത്തിൽ റിപ്രഷൻ എന്ന് മനഃശാസ്ത്രകാരന്മാർ പറയുന്നത്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബലമായിട്ട് അടിച്ച് അമർത്താണ് ഒരു വികാരത്തെ. നമുക്ക് ആ വിഷയങ്ങളിലുള്ള ആ സുഖം നമുക്ക് അറിയാമെങ്കിലും മനസ്സിനെ മർദ്ദിച്ചൊതുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ അതിനോടുള്ള ആസക്തിയും ആഗ്രഹവും ഇരിക്കുകയാണ്, കാമന ഇരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അബോധത്തിലൊക്കെ അത് തികട്ടി വരും. സ്വപ്നത്തിൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കും. സ്വപ്നത്തിൽ പഞ്ചസാര കഴിക്കുന്നതായിട്ട് പ്രമേഹ രോഗി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഫ്രോയിഡിന്റെ സ്വപ്ന വ്യാഖ്യാനം, അതായത് ഡ്രീം അനാലിസിസ് കൂടുതലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ അമർത്തി വെച്ച ആഗ്രഹങ്ങളും കാമനകളും ഒക്കെ നമ്മൾ സാക്ഷാത്കരിക്കുന്ന സ്വപ്നത്തിലൂടെയാണ്. സ്വപ്നങ്ങളിൽ നമ്മൾ അത് കാണുന്നു, സ്വപ്നങ്ങളിൽ അത് റിയലൈസ് ചെയ്യുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? നമ്മൾക്ക് പരമമായതിനെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പരമമായതിനെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ വിഷയങ്ങളിൽ നിന്ന് ഞാൻ എന്നെ വിടിവിക്കുകയും ചെയ്തു. അതൊരു തരത്തിൽ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രാധാന്യം എന്തിനു വേണം? പരമമായതിനെ, ആത്മദർശനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. വിഷയങ്ങളിൽ നിന്ന് വിടുവിച്ചാൽ മാത്രം പോരാ, നിരന്തരമായി നമുക്ക് ആത്മദർശനം ഉണ്ടാകണം. അപ്പോൾ ഒരു സത്സംഗം നമ്മൾ ശ്രവിക്കുന്ന സമയത്ത് പ്രധാനമായ ഈ വശം നിങ്ങൾ മറക്കാൻ പാടില്ല. ആത്മാവിന്റെ സ്വരൂപത്തെ കേൾക്കുകയും ആചാര്യനിൽ നിന്നും ഗുരുവിൽ നിന്നും കേൾക്കുകയും ആ സ്വരൂപത്തെ നിരന്തരം മനനം ചെയ്ത് അതിൽ മനസ്സ് രമിപ്പിക്കണം. മനസ്സിന് രമനം ഉണ്ടാകണം. അങ്ങനെ രമനം ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആത്മാവിന്റെ ആ ശാന്തിയും സുഖവും അനുഭവിക്കുന്നതിന്റെ ഒരു പ്രസന്നത ഉണ്ടാകുള്ളൂ. പ്രസന്നത ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഈ സത്സംഗമെല്ലാം കേട്ടിട്ട് എന്താ കാര്യം, പ്രയോജനം? ആത്മാവിലെ രമനം വേണ്ടേ? ആത്മരമനമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പരമമായതിനെ ദർശിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് ഇന്ദ്രിയങ്ങളിൽ ഉള്ള രസത്തെ, ആസക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് വിടിവിക്കാൻ പറ്റുള്ളൂ. പല ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം. ഒരു മദ്യപാനി, അദ്ദേഹത്തിന്റെ മദ്യപാനത്തിലുള്ള ആസക്തി, ഏറ്റവും അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് മദ്യപാനം. ഈ മദ്യപാനം നിർത്താനായിട്ട് അദ്ദേഹം തീരുമാനിച്ചാലും മദ്യം കാണുമ്പോൾ അയാൾക്ക് ആ കുടിക്കാനുള്ള ടെൻഡൻസി വളരെ ശക്തമായിരിക്കും. ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മദ്യപാനിയെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാലും ആ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് അദ്ദേഹം എങ്ങനെയെങ്കിലും ചാടിപ്പോയി ഏതെങ്കിലും ബാറിൽ പോയി അദ്ദേഹം മദ്യപിക്കും. കാരണം എന്താ? മദ്യത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയാലും അദ്ദേഹത്തിന്റെ മനസ്സിലെ മദ്യത്തിനോടുള്ള ആസക്തി വിട്ടുപോയിട്ടില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അധ്യാത്മ സരണിയിൽ ജീവിക്കുന്ന ഒരാൾ വെജിറ്റേറിയനിസം ശീലിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. വെജിറ്റേറിയനിസം. എന്നാൽ ആ വെജിറ്റേറിയനിസം ശീലിക്കുന്ന അയാൾ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടില് മീൻ വറക്കുന്നതിൻ്റെയോ ബീഫ് ചൂടാക്കുന്നതിൻ്റെയോ ഒക്കെ മണം അടിക്കുമ്പോൾ ഇയാളുടെ വായിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകത്ത് രസം ഇരിക്കുന്നുണ്ട്. അതിനെ സംസ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 60-ാമത്തെ ശ്ലോകം. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിഭച്ഛിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. യതതഃ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിഭച്ഛിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. കൗന്ദേയ, അല്ലയോ അർജുന, കുന്തിപുത്ര,
പ്രമാധീനി ഇന്ദ്രിയാണി, പ്രക്ഷുബ്ധമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, പ്രമഥനം ചെയ്യുന്ന, മഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ കടകോല് കൊണ്ട് കടയുന്നത് പോലെ മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളും അതുപോലെ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. യതതഃ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നവനും വിപശ്ചിത വിവേകിയുമായ പുരുഷസ്യ അഭിമനഃ, പുരുഷന്റെയും കൂടി മനസ്സിനെ പ്രസഭം ബലമായിട്ട് ബലാത്കാരേണ ഹരന്തിഹി അപഹരിക്കുക തന്നെ ചെയ്യുന്നു, പിടിച്ചു വലിക്കുന്നു. അതായത് പ്രമാധീനി ഇന്ദ്രിയാണി, വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ. ഒരു സാധന ചെയ്യുന്ന ഒരാള്, യതതഃ എന്ന വാക്കിന്റെ അർത്ഥം സാധനകൾ ചെയ്യുന്ന, അധ്യാത്മ സാധനകൾ ചെയ്യുന്ന ഒരു വിവേകിയായിട്ടുള്ള, വിപശ്ചിതഃ യതതഃ, വിവേകിയായിട്ടുള്ള ഒരു സാധകന്റെ മനസ്സിനെ പോലും ബലാത്കാരാണ്, പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതാണ് ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രത്യേകത. ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങൾക്ക് പിന്നിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ആ മനസ്സിലാണ് ഈ കാമനകൾ, ആസക്തി, രസം ഒക്കെ ഇരിക്കുന്നത്. ആധുനിക ലോകത്തെ മനഃശാസ്ത്രകാരന്മാരുടെ മനഃശാസ്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, നമ്മളുടെ മനസ്സിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ബോധമനസ്സായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ്. ഒരു ഐസ്ബർഗിന്റെ വലിയ ഒരു മഞ്ഞുപാളിയുടെ, അത് കടലിലൂടെ ഒഴുകി നടക്കുകയാണെങ്കിൽ അതിന്റെ ചെറിയൊരു അംശം മാത്രമാണ് വെള്ളത്തിന് പുറത്ത് കാണുള്ളൂ. ഒരു ഐസ് മല മുഴുവൻ ഒഴുകി നടന്നാലും അതിന്റെ കുറച്ച് ഭാഗം മുകളിൽ കാണുള്ളൂ, ബാക്കിയെല്ലാം ജലത്തിനടിയിലായിരിക്കും. അതുപോലെ മനസ്സിന്റെ ബോധമനസ്സ് എന്ന് പറയുന്നത്, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ചെറിയൊരു അംശമാണ്. ബാക്കിയെല്ലാം അതിന് താഴെ, അതിന്റെ തൊട്ട് താഴെ ഉള്ളതിനെ ഉപബോധ മനസ്സ് എന്നും അതിനും താഴെയുള്ള ബോധത്തിന്റെ അജ്ഞാതമായ മേഖലയെ അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നും മനഃശാസ്ത്രജ്ഞന്മാര് വേർപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും യുങ്ങിന്റെ മനഃശാസ്ത്രം ഈ അബോധതലത്തിലെ പ്രേരണകളെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ പൂർവികന്മാരുടെ മനസ്സ് പോലും ഈ അബോധ മനസ്സിൽ ഇരിക്കുന്നുണ്ട് എന്നാണ്. റേഷ്യൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നാണ് യുങ് അതിനെ പറയുക. അപ്പൊ അങ്ങനെ വിവേകിയായ ഒരു വ്യക്തിയുടെ, ഒരു സാധകന്റെ പോലും ഇന്ദ്രിയങ്ങളെ, പ്രക്ഷുബ്ധമായ ഇന്ദ്രിയങ്ങളെ, ഈ മനസ്സ് ബലമായിട്ട്, പ്രസഭം എന്ന വാക്കിന് ബലമായിട്ട്, ബലാത്കാരേണ അരന്തി അപഹരിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ എത്രമാത്രം ജാഗ്രത ഒരു സാധകൻ, ഒരു സ്പിരിച്വൽ സീക്കർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുലർത്തണം എന്നതിന് ഒരു സൂചന കൂടിയാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അർജുനൻ അത്ര വലിയൊരു സാധനയിലേക്ക് വളർന്നിട്ടുണ്ടോ? അർജുനനെ ഒരു സാധകനാക്കി, ഒരു സ്പിരിച്വൽ സീക്കറാക്കി മാറ്റണം. എങ്കിലാണ് സ്ഥിതപ്രജ്ഞനായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനന്റെ ചിത്തശുദ്ധി പൂർണ്ണമായിട്ട് കൈവന്നിട്ടില്ല. ചിത്തശുദ്ധി കൈവരാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രസം അകത്തിരിക്കുന്നു. നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളെ വർജിച്ചിട്ട് ഹിമാലയത്തിൽ പോയിട്ടിരിക്കുക എന്ന് വിചാരിച്ചു. അർജുനൻ ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കാൻ പോയാല് അർജുനന്റെ മനസ്സിലെ രസവും കാമനകളും ഒക്കെ അവിടെ പുറത്തു വരും. അതൊരിക്കലും പോയിട്ടില്ല. അത് പോകണമെങ്കിൽ എന്ത് വേണം? പരം ദൃഷ്ടുവ, പരമമായതിനെ കാണണം, പരമമായതിനെ ദർശിക്കണം, പരമമായതിനെ അനുഭവിക്കണം. എങ്കിലാണ് ആ രസം, മനസ്സിലിരിക്കുന്ന വിഷയത്തിലുള്ള രസം, രതി എന്നുകൂടി പറയാം, വിഷയത്തിലുള്ള രതി വിട്ടുപോകുള്ളൂ. അതാണ് നമുക്ക് പരമമായതിനെ ദർശിക്കുക. ടു റിയലൈസ് ദ ആത്മ ഈസ് ദ ഓൺലി വേ. അതാണ് ഒരു വഴിയുള്ളൂ നമുക്ക്. ആത്മാവിനെ ദർശിക്കുക. ആത്മാവ് ആനന്ദ വസ്തുവാണ്. ആത്മാവിലുള്ള ആനന്ദം കൊണ്ട് മാത്രമാണ്
വിഷയത്തിൽ നിന്ന് കിട്ടിയിരുന്ന ആനന്ദത്തിന് മറുപുറമായിട്ട് നമ്മുടെ അകത്ത് നമുക്ക് ഒരർത്ഥം കണ്ടെത്താൻ കഴിയുള്ളൂ. എവിടെയെങ്കിലും ഒരു അർത്ഥം, എവിടെയെങ്കിലും ഒരു മീനിങ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ വിഷയത്തിൽ, അല്ലെങ്കിൽ ആത്മാവില്. ആത്മാവിലും വിഷയത്തിലും മനുഷ്യന് രതിയില്ല എങ്കിൽ ആ മനുഷ്യൻ ജഡതുല്യമാണ്, മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ പിടിച്ച് നമ്മൾ ഒന്നുകിൽ ആത്മരതിയുള്ളവനാക്കുക, അല്ലെങ്കിൽ വിഷയരതിയുള്ളവനാക്കുക. വിഷയത്തിൽ രതിയുണ്ടെങ്കിൽ അതിലെങ്കിലും ആനന്ദിക്കും. ഇത് രണ്ടുമില്ലാത്ത മനുഷ്യൻ അരതി ബാധിച്ച, അരതി എന്ന വാക്കിന്റെ അർത്ഥം ഒരു തരത്തിലും സന്തോഷമില്ലാത്ത പല മനുഷ്യരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവർക്ക് മുഖത്ത് അല്പം പോലും സന്തോഷമില്ല, പൊട്ടിച്ചിരിക്കാൻ അറിഞ്ഞുകൂടാ, ഹൃദയത്തിലൊരു ഫണ്ണില്ല, തമാശയില്ല, നർമ്മങ്ങളില്ല, ജീവിത രസങ്ങളില്ല, അത്ഭുതങ്ങളില്ല. ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ജഡമായിട്ട് ജീവിക്കും. തീർച്ചയായിട്ടും നമുക്ക് ആനന്ദം വേണം. ആനന്ദത്തിന്റെ യഥാർത്ഥ ഉറവിടം ആത്മാവ് തന്നെയാണ്. ആത്മാവിൽ നിന്ന് നമുക്കത് പാനം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പിന്നെ വിഷയങ്ങളുടെ രുചി നമുക്ക് വേണ്ട, വിഷയങ്ങളുടെ രതി വേണ്ട. കാരണം വിഷയങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന ആ രമനവും രതിയും രസവുമെല്ലാം ആത്മാവിൽ നിന്നും കടമെടുത്തതായിരുന്നു. നമ്മളത് അറിഞ്ഞില്ല, അറിയാതെ അനുഭവിക്കുകയായിരുന്നു. ഒട്ടകങ്ങള് മരുഭൂമിയിൽ കള്ളിമുൾച്ചെടികൾ തിന്നും. അപ്പൊ കള്ളിമുൾച്ചെടികൾ തിന്നുന്നതിനിടയിൽ അതിന്റെ നാവ് മുറിയും, അതിന്റെ ബ്ലഡും അത് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ധാരണ ആ കള്ളിമുൾച്ചെടികളുടെ നീരാണ് ഈ ബ്ലഡ് എന്നാണ്. അപ്പൊ തന്റെ തന്നെ രക്തമാണ് താൻ കുടിക്കുന്നത് എന്ന് ഈ ഒട്ടകങ്ങള് മനസ്സിലാക്കുന്നില്ല. അത് ഒരു ഉദാഹരണമായിട്ട് പറയാമെന്ന് മാത്രം. നമ്മളുടെ ആത്മാവിന്റെ രസമാണ് നമ്മൾ നുകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. നമ്മളത് വിഷയങ്ങളുടേതാണ് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഈ തെറ്റിദ്ധാരണയാണ് നമ്മൾ മാറിപ്പോകേണ്ടത്. വിപശ്ചിതഃ പുരുഷസ്യ, വിവേകിയായിട്ടുള്ള സാധകനിൽ പോലും ഈ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് ബലമായിട്ട് ബലാത്കാരേണ വിഷയങ്ങളിലേക്ക് അപഹരിക്കപ്പെടുന്നു. എത്ര നിയന്ത്രിച്ചാലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ വശത്തേക്ക് വരുന്നില്ല. അതാണ് നമ്മളുടെ ദുര്യോഗവും ദുരന്തവുമായിട്ട് അറിയേണ്ടത്. 61-ാമത്തെ ശ്ലോകം. താനി സർവാണി സംയമ്യ യുക്ത ആസീദ മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ ഹി യസ്യ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യുക്തഃ, ആരാണ് യുക്തൻ? യുക്തൻ എന്ന് പറഞ്ഞ യോഗി എന്നാണ് അർത്ഥം. യോജിച്ചിരിക്കുന്നവൻ എന്നാണ് യുക്തൻ. ഇവിടെ സ്ഥിതപ്രജ്ഞൻ തന്നെയാണ് യുക്തൻ എന്ന് പറയുന്നത്. ആത്മാവിൽ തന്നെ ചിത്തം ഉറപ്പിച്ച യോഗിയാണ് യുക്തൻ. ആ യുക്തൻ എന്താണ് കരുതേണ്ടത്? ഭഗവാൻ പറയാണ് മത്പരഹസൻ. ഭഗവാനാണ്, ഈശ്വരനാണ് പരമമായത് എന്ന് മനസ്സിലാക്കിയിട്ട്. മത്പരഹ, ഈ മത്ത് എന്ന വാക്കിന് ഞാനാണ് പരൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഭഗവത്ഗീത നമുക്ക് പകർന്നു നൽകുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരന്റെ വേർഡ്സുകളാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവാൻ പറയുമ്പോ മത്പരഹ, ഈശ്വരനാണ്, ഭഗവാനാണ് പരമമെന്ന് മനസ്സിലാക്കിയിട്ട് താനി സർവാണി സംയമ്യ, അവയെല്ലാം വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട്, ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് ആസീത, സ്ഥിതി ചെയ്യണം, നമ്മൾ ജീവിക്കണം. ഹി, എന്തുകൊണ്ടെന്നാല് ഇന്ദ്രിയാണി യസ്യ വശേ ഭവന്തി, ഇന്ദ്രിയങ്ങൾ ഏത് ഒരുവന്റെ അധീനത്തിലാകുന്നുവോ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ ആത്മബോധം ഉറച്ചതാകുന്നു. പ്രതിഷ്ഠിത എന്ന വാക്കിന് ഉറച്ചതാകുന്നു. സ്ഥിതം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇവിടെ പ്രതിഷ്ഠിത എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ അവന്റെ വശത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് അവന്റെ പ്രജ്ഞ അല്ലെങ്കിൽ ബോധം, അറിവ് ഉറച്ചതാകുന്നുള്ളൂ. ഇപ്പൊ നമ്മളുടെ വശത്ത് ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നുണ്ടോ?
നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യോഗിയാണ്. നമ്മൾ വിചാരിച്ചിട്ടും ഇന്ദ്രിയങ്ങൾ നമ്മുടെ വശത്ത് നിൽക്കുന്നില്ലെങ്കിലോ നമ്മൾ രോഗിയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെ സ്വവശത്ത് നിർത്തുക. വശം എന്ന വാക്കിന് സ്വവശം, ആത്മവശത്ത് നിർത്തുക. വിഷയവശത്തേക്കല്ല വിടേണ്ടത്. മിക്കവാറും ഇന്ദ്രിയങ്ങൾ വിഷയത്തിന് വശകമായി തീർന്നവയാണ്. ആത്മോപദേശ ശതകത്തില് ഗുരു പറയുന്നുണ്ട്, പരവശനായി അറിവീല. പരവശത എന്ന വാക്കിന്റെ അർത്ഥം ആത്മവശകമല്ലാത്തത് എന്തോ അതാണ് പരവശത എന്ന് പറയുന്നത്. വിഷയവശതയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് പരവശത എന്ന്. പരവശനായി അറിവീല. പരവശനായാൽ നമുക്ക് മനസ്സിലാകല്ല. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു. ആരാണ് യഥാർത്ഥ സ്ഥിതപ്രജ്ഞന്റെ പണ്ഡിതന്റെ നില മനസ്സിലാക്കുന്നത്? പരവശനായി അറിവീല. പരവശനായിരിക്കുന്നവന്, ആത്മവിഷയോഗമായിട്ട് ജീവിക്കുന്നവന് ഇതറിയാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് സ്വവശത്തേക്ക് കൊണ്ടുവരണം. ഇന്ദ്രിയങ്ങളെ കൊണ്ടുവരുന്നതിന് മുമ്പ് മനസ്സിനെ കൊണ്ടുവരണം. മനസ്സ് ആത്മവശത്തേക്ക് തിരിയുന്നതിനെയാണ് അന്തർമുഖത എന്ന് പറയുന്നത്. മനസ്സ് ആത്മാഭിമുഖമാകണം. അതിനെയാണ് എന്ത് പറയുന്നു, ഇൻട്രോവർട്ട് നേച്ചറായിട്ട് ഇൻട്രോവർട്ട് ആകണം, അന്തർമുഖമാകണം, അകമുഖമായി അറിയുക എന്ന് ഗുരുവിന്റെ ഭാഷയിൽ പറയും. അകത്തേക്ക് തിരിഞ്ഞറിയണം. ഇതല്ലാതെ അങ്ങനെ അകത്തേക്ക് തിരിഞ്ഞ് അറിയാൻ കഴിയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമാണ്. സർവാണി താനി സംയമ്യ ഇന്ദ്രിയാണി. എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്യണം. സമ്യക്കായി യമനം ചെയ്യുന്നതിനെയാണ് സംയമനം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഇന്ന് ലോകത്ത് പല മനുഷ്യരുടെയും പ്രശ്നങ്ങളില് ഇന്ദ്രിയങ്ങളെ മാത്രമല്ല, അവന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ കൈയാകട്ടെ, കാലാകട്ടെ, നാക്കാകട്ടെ, വാക്കാകട്ടെ, ഇന്ദ്രിയങ്ങളാകട്ടെ, ഒന്നും അവന്റെ ചൊൽപ്പടിക്കോ അവന്റെ ഇച്ഛയ്ക്കോ വിധേയമായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ വാക്കിനെ നിങ്ങൾക്ക് സംയമനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വായിൽ തോന്നിയതൊക്കെ പലരെയും വിളിച്ചു പറയും. നല്ല വാക്ക് പറയാനായിട്ട് നാവ് ഉപയോഗിക്കാൻ നമുക്ക് പരിശീലനം കിട്ടിയിട്ടില്ല. നമ്മൾ ഒരിക്കലും നാവിനെ സ്വവശകമാക്കിയിട്ടില്ല. നാവ് പരവശമായിരിക്കുക. പരവശനായി അറിവീല എന്ന് ഗുരു പറയുന്നത് നമ്മളുടെ നാവിനെ നമ്മൾക്ക് അധീനതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് നമുക്ക് ഈ ഇന്ദ്രിയങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയുന്നുവോ, ആവശ്യത്തിന് ഉപയോഗിക്കുവാനും ആവശ്യമില്ലാത്തപ്പോ ചുരുട്ടി വെക്കുവാനും നമുക്ക് കഴിയണം. അത്തരത്തിൽ ഏതിന്ദ്രിയത്തെയും ഏതവസരത്തിലും ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് വേണ്ടത്ര പ്രാഗൽഭ്യം നേടുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ്, ജീവിതത്തിന്റെ ഒരു ദൗത്യമാണ്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മൃഗസമാനമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉറങ്ങി പ്രത്യുൽപാദനങ്ങൾ നടത്തി ജീവിതം മൃഗസമാനമായ ഒരു ചക്രത്തിലൂടെ എങ്ങനെ കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ലക്ഷ്യമില്ല. എന്നാൽ സാധകൻ അങ്ങനെയല്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതപ്രജ്ഞനാകേണ്ടതുണ്ട്. ആ സ്ഥിതപ്രജ്ഞനാകുന്നത് വരെ സാധകൻ ഒരു മുമുക്ഷുവാണ്, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ഒരിക്കൽ അവന് ബോധത്തിൽ ആത്മാവിൽ ഉറച്ചിരിക്കാൻ കഴിയുമ്പോൾ അവൻ അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കവേ തന്നെ മുക്തനായിട്ട് തീരുന്നു. ആ വ്യക്തിയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വതന്ത്രനായിരിക്കണം. ആ സ്വാതന്ത്ര്യം ആരെയെങ്കിലും തല്ലാനോ കൊല്ലാനോ ഉള്ളതല്ല. ആ സ്വാതന്ത്ര്യം നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം. നമ്മളുടെ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ആ സ്വരൂപത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണ പ്രഫുല്ലതയോടുകൂടിയിട്ട് പൂർണ്ണമായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം.
അതാണ് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. എത്രയോ മനുഷ്യര് ഇതൊന്നും അറിയാതെ, മനസ്സിലാക്കാതെ അവന്റെ ശരീരത്തെയോ മനസ്സിനെയോ ഇന്ദ്രിയങ്ങളെയോ വാക്കിനെയോ ഒന്നും അവന് വേണ്ട വിധത്തില് സംയമനം ചെയ്യാതെ ഉപയോഗിക്കാൻ കഴിയാത്ത എത്രയോ എത്രയോ വ്യക്തികളുണ്ട് ഈ ലോകത്തില്. ഒരർത്ഥത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തില് കുട്ടികൾക്ക് ആദ്യം കൊടുക്കേണ്ടത് അവരുടെ ഇന്ദ്രിയങ്ങൾ ഏതാണെന്നും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എങ്ങനെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കുകയാണ് വേണ്ടത്. കർമ്മേന്ദ്രിയങ്ങളെ പ്രയോഗിക്കാനും ജ്ഞാനേന്ദ്രിയങ്ങളെ ഉപയോഗിക്കാനും പഠിപ്പിക്കണം. മനഃശാസ്ത്രകാരന്മാര് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി കണ്ടെത്തിയിട്ടുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലോകത്തു നിന്നുള്ള സ്റ്റിമുലസിനെ, പ്രേരണകളെ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തു നിന്നുള്ള ഡാറ്റയെ നമ്മൾ അകത്തേക്ക് എടുത്തുകൊണ്ട് അതിനനുസൃതമായിട്ടൊരു പ്രതികരണം നമ്മൾ നടത്തണം. അപ്പൊ ആ പ്രതികരണത്തില് വിവേകത്തിന്റെ ആവശ്യമുണ്ട്. ഈ വിവേകം നമ്മൾ ഉള്ളിൽ തെളിയിച്ചെടുക്കേണ്ടതാണ്. നല്ലവണ്ണം ചിത്തശുദ്ധി വരുമ്പോഴാണ് വിവേകം ഉദിക്കുന്നത്. അതിനായിട്ട് നിഷ്കാമ സേവകൾ ചെയ്യണം, ഈശ്വരാർപ്പിതമായ കർമ്മങ്ങൾ ചെയ്യണം, ഭക്തി ഉണ്ടായിരിക്കണം, വിനയം ഉണ്ടായിരിക്കണം. ഇതെല്ലാം മനുഷ്യ മനസ്സിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് വരുന്ന ഒരു തലമുറയിൽ പോലും കുട്ടികളെ നമുക്ക് ലോകത്തിന്റെ ഗുണത്തിനായി, അവരവരുടെ ഗുണത്തിനായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഭഗവത്ഗീത ഒരു സമ്പൂർണമായിട്ടുള്ള മനുഷ്യശാസ്ത്രത്തിന്റെ, മാനവിക ശാസ്ത്രത്തിന്റെ ഒരു രഹസ്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തറിഞ്ഞ് ജീവിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും അപഗ്രഥനാത്മകമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം ലോകത്തിലെ ഒരിടത്തും തന്നെയില്ല. നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇതിലും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, പഠനങ്ങൾ, അന്വേഷണങ്ങൾ, തീക്ഷ്ണമായിട്ടുള്ള ചർച്ചകൾ, ഇതൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭഗവത്ഗീത പഠനം കൂടുതൽ ആഴത്തിലും കൂടുതൽ ആനുഭൂതികമായിട്ടും നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നിരന്തരം ഉണ്ടായിരിക്കണം. വെറും ശ്ലോകങ്ങൾ പാരായണം ചെയ്യുക മാത്രമല്ല ഭഗവത്ഗീത പഠനം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രകാശത്തെ അകത്തേക്ക് എടുത്തുകൊണ്ട് ജീവിതത്തിൽ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ നിഷ്ഠയും ഒക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ശരിക്കും ഭഗവത്ഗീത പഠനം എന്ന് പറയുന്നത്. ഭഗവത്ഗീത പഠിച്ച നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വലിയ അസംബന്ധമായിരിക്കും. കാരണം എന്താണ്? ജീവിതത്തിൽ ഭഗവത്ഗീത പഠിക്കുന്നതോടുകൂടി ജീവിതത്തിന് നിരന്തരമായ വിജയം ഉണ്ടായിരിക്കും. എന്തെന്നാല് നമ്മൾ നമ്മളുടെ സമ്പൂർണമായ ശക്തികളെ, നമ്മളിൽ മയങ്ങിക്കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന ശക്തികളെ മുഴുവനും നമ്മൾ സ്വാഭാവികമായിട്ട് ഉണർന്നു വരുവാനും അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപായമാക്കി മാറ്റുവാനും നമ്മൾ ഒരു ലീല പോലെ, ഒരു രസം പോലെ, ഒരു നർമ്മം പോലെ, ഒരു കളി പോലെ ജീവിതത്തെ കാണുവാനും ഒക്കെ പഠിപ്പിക്കുന്ന ഇത്രയും മനോഹരമായ ഒരു ശാസ്ത്രം ലോകത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത പഠനം വളരെ ആഴത്തില് അതൊരു നെസസിറ്റി ആയിട്ട്, അത്യാവശ്യമായിട്ട് നിങ്ങൾ കരുതിക്കൊണ്ട് പഠിക്കണം എന്നാണ് പറയാനുള്ളത്.